ഹലോ ഹലോ എവരിവൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിന്റെ ഭാഗമായിട്ട് അതിന്റെ പരിശീലനത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ നടത്തി വരുന്ന ട്രെയിനേഴ്സ് ടോക്ക് എന്നുള്ള ഒരു സീരീസിന്റെ 61ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതായത് 61ാമത്തെ ട്രെയിനറാണ് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. വിംബിൾ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു കോഴ്സാണ് പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചു പേർക്കൊക്കെ അറിയാം, എൻ്റെ പേര് ഫൈസൽ എന്നാണ്, ഫൈസൽ CA. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള സ്കൂളുകളിലും അതേപോലെ തന്നെ മറ്റു കമ്മ്യൂണിറ്റികളിലും ഒക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ക്ലാസ് എടുക്കുക, എങ്ങനെയാണ് ട്രെയിനിങ് എടുക്കുക. പലർക്കും ക്ലാസ്സുകൾ എടുക്കാനും ട്രെയിനിങ് എടുക്കാനും ഒന്നും കഴിയാത്ത ഒരു സാഹചര്യം, അവരുടെ കരിയറിൽ തന്നെ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന സാഹചര്യം കണ്ടപ്പോഴാണ് നമുക്ക് വേണ്ടത് ഒരു ട്രെയിനിങ് കോഴ്സാണ്, അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ്മെന്റ് ആണ്, അതല്ലെങ്കിൽ നമുക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് നമുക്ക് ആവശ്യം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് എന്നുള്ള ഒരു കോഴ്സ് ആരംഭിക്കുന്നത്. അതിന്റെ 17 ബാച്ചുകൾ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയും 150ലധികം ട്രെയിനർമാരെ നമുക്ക് വാർത്തെടുക്കാനും പറ്റി എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഏതൊരു ആളുടെ മുമ്പിലും വളരെ കോൺഫിഡന്റ് ആയിട്ട് നമുക്കൊരു വിഷയം അവതരിപ്പിക്കാൻ, ഒരു അഭിപ്രായം പറയാൻ, ഒരു ക്ലാസ് എടുക്കാൻ, അത് ഓൺലൈൻ ആയി കഴിഞ്ഞാലും ഓഫ്ലൈൻ ആയി കഴിഞ്ഞാലും എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറേ ഇങ്ങനെ സംസാരിക്കുന്ന ആളുകൾ എന്നതിനേക്കാൾ വളരെ തീരെ സംസാരിക്കാത്ത ആളുകളെയാണ് നമ്മൾ പലപ്പോഴും നമ്മളിലേക്ക് വരികയും അവരെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് 2 മാസത്തെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളിലൂടെ, ടാസ്കുകളിലൂടെ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ അവരെ പരിവർത്തനം ചെയ്ത് മറ്റൊരു മനുഷ്യനാക്കി മാറ്റുന്നത്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു വീഡിയോ കാണുന്ന, അവിടെ സൂമിലായി കഴിഞ്ഞാലും പിന്നീട് യൂട്യൂബിലായി കഴിഞ്ഞാലും, എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ഒരു സ്കില്ല്, ആ സ്കില്ല് എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള കഴിവ്, എവിടെയും എന്തും തുറന്നു പറയാനുള്ള, ഒരു നോ പറയാനുള്ള ഒരു കഴിവ് നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതല്ലാതെ നമ്മൾ എന്ത് പഠിച്ചിട്ടും നമുക്ക് കാര്യമില്ല. പഠിച്ചതിനെ നമുക്ക് ഉള്ളിൽ വെക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് മറ്റുള്ളവരിലേക്ക് മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശേഷി, മറ്റുള്ളവരോട് പെരുമാറാനുള്ള ഒരു ശേഷി, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ശേഷി നമ്മളുടെ നമ്മളുടെ ഒരു ഇന്നർ ലെവലിൽ നമുക്ക് ഉണ്ടാകണം. അപ്പോഴാണ് കൂടുതൽ ആളുകൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തു വരിക. അത് ഏത് പ്രൊഫഷൻ ആവട്ടെ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ടോക്കിംഗ്, നമ്മളുടെ ബിഹേവിയർ, അങ്ങനെ തുടങ്ങി നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, ഇതിലെല്ലാം നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഏതൊരു കരിയറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങളുടെ ഒരു അജണ്ടയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ പ്രസന്റേഷൻ സ്കില്ല് നമ്മൾ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. നമ്മളുടെ അവതരണ ശേഷി, ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള, അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളത്. അപ്പോ നമ്മൾ പറയുന്നത്, ബി എ ബെറ്റർ പ്രൊഫഷണൽ ട്രെയിനർ, ബി എ ബെറ്റർ പേഴ്സൺ എന്നുള്ളതാണ്. നല്ലൊരു മനുഷ്യനായാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ട്രെയിനർ ആകാൻ സാധിക്കുക. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള, മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ട്രെയിനറോ ടീച്ചറോ അതല്ലെങ്കിൽ ഒരു മനുഷ്യനോ ഒക്കെ ഒരു ലീഡർ കൂടിയാണ്. നമ്മൾ ഓരോരുത്തരും ലീഡർമാരാണ്. ഒരു ലീഡറുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ചുറ്റുമുള്ള ആളുകളെ അവരെ എവിടെയാണോ എത്തിക്കേണ്ടത് അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലീഡറുടെ ഉത്തരവാദിത്വം. നമ്മളൊരു പൊസിഷനിൽ നിൽക്കുന്നുണ്ടാവും, അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ, അവർ ചിലപ്പോ 1ാമത്തെ ലെവലിലായിരിക്കും, അവരെത്തേണ്ടത് 10ാമത്തെ ലെവലിലായിരിക്കും. ആ 10ാമത്തെ ലെവലിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു കപ്പാസിറ്റി ഒരു ലീഡർക്ക് ഉണ്ടാവണം. അവൻ വളരുന്നത് കണ്ടിട്ട് ഈഗോ അടിക്കാൻ പാടില്ല. അതൊരു ലീഡർ അല്ല. അങ്ങനെ ഒരു ലീഡർക്ക് കഴിയില്ല. നമ്മളുടെ മക്കള് വളരുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും.
ഇതേപോലെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ വളരുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റണം. അങ്ങനെ ഉള്ള ഒരാളാണ് ലീഡർ. ആ ലീഡറുടെ കപ്പാസിറ്റി ആർക്ക് ഉണ്ടാവണം? ഒരു ട്രെയിനർക്ക് ഉണ്ടാവണം. അപ്പോ ഇതേപോലെ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക്, ആ ഒരു മാനസികമായിട്ടുള്ള തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബി എ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്. നല്ലൊരു മനുഷ്യനാകുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു ട്രെയിനർ ആകാൻ സാധിക്കൂ, നല്ലൊരു ടീച്ചർ ആകാൻ സാധിക്കൂ, നല്ലൊരു കോച്ച് ആകാൻ സാധിക്കൂ, നല്ലൊരു കൗൺസിലർ ആകാൻ സാധിക്കൂ, നല്ലൊരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലോ നല്ലൊരു സെയിൽസ്മാനോ അങ്ങനെ തുടങ്ങിയ ആരും ആവട്ടെ, അവിടെ ഒരു നല്ലൊരു മനുഷ്യനായി തീരേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെ തന്നെ നവീകരിക്കണം. ആദ്യം ചേഞ്ച് വരുത്തേണ്ടത് നമ്മളിലാണ്. നമ്മൾ നന്നാകുമ്പോൾ, നമ്മൾ നന്നായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ, നന്നായിട്ട് സംസാരിക്കുമ്പോൾ, നമ്മൾ നടന്നു വരുന്ന സമയത്ത് ഒരാളെ കാണുന്നു, അദ്ദേഹത്തോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഒരാൾ നമ്മളോട് ഒരു വഴി ചോദിക്കുന്നു, ആ വഴി ചോദിക്കുന്ന ആളെ നമ്മൾ ആ വഴി പറഞ്ഞു കൊടുക്കുന്ന രീതി എങ്ങനെയാണ്, ഒരാൾ നമ്മളോട് ഒരു കോഴ്സിനെ കുറിച്ച് ചോദിക്കുന്നു, അദ്ദേഹത്തോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അദ്ദേഹത്തിന് എങ്ങനെയാണ് നമ്മൾ അത് ഹെൽപ്പ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും നമ്മളുടെ മുന്നേറ്റങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോ ആളുകളോട് നല്ല വാക്ക് പറയാൻ, വാല്യൂ ജനറേറ്റ് ചെയ്യാൻ, നമ്മൾ പഠിച്ചതിനെ, നമ്മൾ അറിഞ്ഞതിനെ ഏറ്റവും മനോഹരമായി, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകളെ മനസ്സിലാക്കിയിട്ട്, കുട്ടികളാണെങ്കിൽ കുട്ടികളുടേതായിട്ടുള്ള ഭാഷയിൽ, അതല്ലെങ്കിൽ അഡൾട്ട്സ് ആണെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ, അതല്ലെങ്കിൽ കുറച്ചുകൂടി ഓൾഡ് ആയിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് പരിവർത്തനം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ആ ട്രെയിനിങ്ങിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ആദ്യം നമ്മൾ മാറുക, നമ്മളുടെ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുക, നമ്മളുടെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് രൂപപ്പെടുത്തുകയും അതിലൂടെ നൂറുകണക്കിന് ആളുകൾ നമുക്ക് അവരെ മാറ്റിയെടുക്കാനും പറ്റിയത്. അപ്പോ നിങ്ങൾ ഓരോരുത്തരും ഈ കോഴ്സിൽ ചേരണം എന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കോഴ്സിൽ നിങ്ങൾ എന്തായാലും പങ്കെടുക്കണം. കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും അസ്തമിക്കാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജേണിയാണ്, ഒരു പ്രോസസ്സാണ്. നമ്മൾ അതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. എത്ര നമുക്ക് നമ്മളെ നന്നാക്കാൻ പറ്റുന്നുവോ ആ സംസാരത്തെ നമ്മൾ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മറ്റു മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിലേക്ക് കുടിയിരിക്കാൻ പറ്റുക, സഞ്ചരിക്കാൻ പറ്റുക. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. പക്ഷേ ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക്, ഹൃദയത്തിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന മനോഹരമായിട്ടുള്ള ആ, ആ, രീതിയിൽ നമുക്ക് ഇടപെടാൻ പറ്റണം. നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരാൾക്ക് സാന്ത്വനമാണോ വേണ്ടത്, അവർക്ക് വേണ്ട സാന്ത്വനം നമുക്ക് കൊടുക്കാൻ പറ്റണം. ഒരാൾക്ക് ഇൻസ്പിരേഷൻ ആണോ വേണ്ടത്, വി ഹാവ് ടു ഇൻസ്പയർ ദം. ഒരാൾക്ക് ഗൈഡൻസ് ആണോ വേണ്ടത്, വി ഹാവ് ടു ഗൈഡ് ദം. ഒരാൾക്ക് നോളജ് ആണോ വേണ്ടത്, വി ഹാവ് ടു ഗീവ് ദ നോളജ്. നമുക്ക് നോളജ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ലൈഫിലൂടെ നമുക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അതിന് നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക, പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ നിരന്തരം ക്ലാസ്സുകൾ എടുക്കുക, ഫീഡ്ബാക്കുകൾ എടുക്കുക, നമുക്ക് നല്ലൊരു മെന്റർ ഉണ്ടാവുക, മെന്ററോട് ചോദിക്കുക, എങ്ങനെയാണ്, ഞാൻ എവിടെയാണ് മാറ്റേണ്ടത്, എന്റെ സംസാരത്തിൽ എവിടെയാണ് പ്രശ്നമുള്ളത്, എന്റെ ഫില്ലർ വേർഡ്സ് എന്താണ്, എന്റെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിൽ പ്രശ്നമുണ്ടോ, അതല്ലെങ്കിൽ ഞാൻ പിന്നെ എന്റെ തുടക്കവും അവസാനവും ഒക്കെ എങ്ങനെയാണ്, എന്റെ പിച്ചുകൾ എങ്ങനെയാണ്, ഞാൻ സംസാരിക്കുമ്പോഴുള്ള എവിടെയൊക്കെയാണ് ഞാൻ ശരിപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ആത്മവിമർശനങ്ങൾ ഉണ്ടാവുക, ആളുകൾ നമ്മളെ കുറ്റം പറയട്ടെ, ആ കുറ്റം പറയുന്നതിൽ നിന്ന് എവിടെയാണ് നമുക്ക് തിരുത്തേണ്ടത് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നേറിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ തേടി ആളുകൾ വരും. നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ മനോഹരമായിട്ട് നിങ്ങളുടെ പേഷ്യൻസിനോട് നിങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ ആ ആ സംസാരം മതി, ആ ഡോക്ടറുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു സംസാരത്തിലൂടെ അവരുടെ രോഗം മാറും. അവിടെ ടാബ്ലറ്റ് വേണമെന്നില്ല. അല്ലെ, നമ്മളുടെ ചില വല്യമ്മമാരുണ്ട്, എൻ്റെ ഉമ്മയുടെ ഉമ്മയുണ്ടായിരുന്നു, അവർക്ക് ഒരു ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടറുടെ അടുത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ആ ഡോക്ടറുടെ അടുത്തേക്ക് എത്തി അദ്ദേഹത്തോട് സംസാരിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ രോഗം മാറി എന്നുള്ളതാണ്. ടാബ്ലറ്റ് കഴിക്കണം എന്നില്ല. നിങ്ങളൊരു കൗൺസിലർ ആണോ, നിങ്ങളൊരു ടീച്ചറാണോ, നിങ്ങൾ എന്ന ഒരു ടീച്ചറെ കണ്ട്
സന്തോഷത്തോടെ പാഠപുസ്തകം എടുത്ത് പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് മാറണമെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ആ കുട്ടിയെ അറിഞ്ഞു പഠിപ്പിക്കാൻ പറ്റണം. അങ്ങനെ പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും ആ കുട്ടി നിങ്ങളെ ഓർത്ത് പുസ്തകം തുറക്കും. നിങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള പാരന്റ് ആണോ, നിങ്ങളെ റോൾ മോഡലാക്കി നിങ്ങളുടെ കുട്ടി നിങ്ങളെ അനുകരിക്കും. നിങ്ങൾ നല്ലൊരു ട്രെയിനർ ആണോ, തീർച്ചയായിട്ടും നിങ്ങളെ കണ്ട് അവരുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകും, ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാകും. ഇതേപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ ബിഹേവിയറിനെ ഒക്കെ എപ്പോഴും ചേഞ്ച് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അജണ്ടകളിൽ, നമ്മുടെ സമയങ്ങളിൽ നമുക്ക് വേണ്ടി ഒരു സമയം നമ്മൾ നീക്കി വെക്കുക. അത് നമ്മളുടെ സ്വാർത്ഥതയല്ല, മറിച്ച് നമ്മൾ നമ്മളെ നവീകരിക്കുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ളവരും നവീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ അപ്ഡേറ്റഡ് ആകുമ്പോൾ, നമ്മൾ നോളജ് പേഴ്സൺ ആയി തീരുമ്പോൾ, നമ്മൾ കുറച്ചും കൂടി മനോഹരമായിട്ട് ഇടപെടാൻ അറിയുന്ന ഒരാളായിട്ട് തീരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി, നമ്മളുടെ ഗാദറിങ്, നമ്മളുടെ കമ്മ്യൂണിറ്റി, നമ്മളുടെ ഡിസ്ട്രിക്ട്, നമ്മളുടെ നേഷൻ, ഇതെല്ലാം നമുക്ക് ചുറ്റുമുള്ളതെല്ലാം മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ 12ാമത്തെ ബാച്ചിൽ ഉണ്ടായിരുന്ന അമീന മാം ആണ് എന്ന് നമ്മളുമായിട്ട് കുറച്ചു നേരം മാം വളരെ റിസ്ക് എടുത്ത് കുറച്ച് തിരക്കുകളും അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ മാം ഇങ്ങനെ ഒരു ട്രെയിനർ ആകണം എന്നോ അല്ലതല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹത്തോടു കൂടി വന്നു. നമ്മുടെ 2 മാസത്തെ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ സെഷൻ നമുക്ക് എടുക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മാം ഇന്ന് പോസിറ്റീവ് തിങ്കിങ് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഒരു സെഷനിലേക്ക് എത്തിയതിൽ ആദ്യമേ തന്നെ ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങൾ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക്, പോസിറ്റീവ് തിങ്കിങ് എന്നുള്ള ഒരു സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന അമീന മാം ഹരിപ്പാട് ആലപ്പുഴ സ്വദേശിയാണ്. അതേപോലെ തന്നെ അത്യാവശ്യം എഴുതുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്, പുസ്തകങ്ങളും അതേപോലെ തന്നെ മറ്റുമൊക്കെ. അപ്പോൾ മാം ഇന്നത്തെ ഈ ഒരു വിഷയം ഇവിടെ കൈകാര്യം ചെയ്യും. അതിനു വേണ്ടിയിട്ട് മാമിനെ ഞാൻ വളരെ സന്തോഷത്തോടെ ഞാനിവിടെ ക്ഷണിക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്യുകയാണ്. മാം പ്ലീസ്. മാഷെ, എനിക്ക് 1 സെക്കൻഡ് സമയം വേണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തുടർച്ചയായിട്ട് ഒരു കോള് വന്നുകൊണ്ടിരിക്കുന്നു. അതൊന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയം വേണം. 1 മിനിറ്റ്. അല്ലെങ്കിൽ ഇത് മൊത്തം വിളിച്ചോണ്ടേയിരിക്കും. ഓക്കെ മാം, ഒന്ന് അവരെ വിളിച്ച് ഒന്ന് വിഷയം പറയേ, ഇങ്ങനെ ഒരു ലൈവ് സെഷനിലാണ് എന്നൊന്ന് പറയൂട്ടോ. ഓക്കെ ഗ്രേറ്റ്. അപ്പോ എന്തായിരുന്നാലും സന്തോഷം. നിങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ അറിവുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഈ അറിവ് എന്ന് പറയുന്നത് ഒരിക്കലും അസ്തമിക്കാത്ത ഒന്നാണ്. ഇപ്പോ നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ അറിവില്ലാത്തവനാണല്ലോ എന്ന് മനസ്സിലാവുക. കൂടുതൽ പഠിക്കുമ്പോൾ, പഠിക്കാതിരിക്കുമ്പോഴല്ല. എപ്പോഴെങ്കിലും ഞാൻ വലിയ അറിവുള്ളവനാണ് എന്ന് തോന്നുമ്പോൾ നന്നായിട്ട് വീണ്ടും പഠിക്കുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഞാനിത് ഒന്നും അല്ലല്ലോ. പലപ്പോഴും ഞാൻ പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ പല കാര്യങ്ങളും കൂടുതലായിട്ട് റിസർച്ച് ചെയ്യും, സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് തോന്നും പണ്ട് ഒന്നും അല്ലല്ലോ, ഇപ്പോഴാണല്ലോ കൂടുതൽ മനസ്സിലാവുന്നത്. ഇതിന്റെ ഇന്നർ ലെവലിലേക്ക്, ഡീപ്പിലേക്ക് പോകുമ്പോഴാണ് കുറച്ചും കൂടിയും ഈസി ആയിട്ടുള്ള മെത്തേഡുകൾ, കുറച്ചും കൂടിയും അത് നമ്മൾ ഒന്നുമല്ല, അതിന്റെ അപ്പുറത്തേക്ക് ചില തിരിച്ചറിവുകൾ നമ്മൾ ഉൾക്കൊള്ളാനുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ പഠിക്കുമ്പോഴാണ്. അപ്പൊ ആയതുകൊണ്ട് ഞാൻ ഒരു സൈക്കോളജി PG കഴിഞ്ഞ ഒരാളാണ്. പക്ഷെ രണ്ടാമതൊരു PG ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രണ്ടാമതൊരു PG ചെയ്യാണ്. അപ്പൊ നമുക്ക് പഠിക്കാൻ നമുക്കൊരു പ്രായമൊന്നുമില്ല. നിങ്ങൾ 40ഓ 45ഓ 50ഓ 56ഓ 60ഓ വയസ്സായി കഴിഞ്ഞാലും ഇന്ന് നമുക്ക് എപ്പോഴും പഠിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പഠിക്കുന്നത് ഞാൻ ഇത്ര വയസ്സായില്ലേ ഇപ്പൊ ഞാൻ എങ്ങനെ പഠിക്കുക, അതല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാനൊക്കെ ഒരു മടി, അതൊന്നും വേണ്ട. നമ്മൾ പഠിക്കാൻ വേണ്ടി സന്നദ്ധമാവുക. നമ്മൾ ഇട്ടെറിഞ്ഞു പോയ നമ്മളുടെ ഏതെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു സമയത്ത് നിർവഹിക്കാൻ പറ്റുമെങ്കിൽ
തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. അത് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ്. ഓൺലൈനിലൂടെ ഒക്കെ നമുക്ക് ഡിഗ്രിയും PGയും 10ാം ക്ലാസ്സും, ഞാൻ അടിവരയിട്ട് പറയാണ്, 10ാം ക്ലാസ്സും +2വും തുടങ്ങി എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. ഇനി എന്ത് സംശയം വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആർക്കെങ്കിലും അറിയില്ല, എനിക്ക് ഡിഗ്രിക്ക് ചേരണം, അറിയില്ല സാറേ, എങ്ങനെയാണ് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുമോ? ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ആർക്കും സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല, എന്നാലും ഞാൻ പറയാണ്, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ അതേപോലെ നമ്മൾ പഠിക്കാൻ, കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് അറിവില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ ഈവൻ ടെക്നോളജിക്കലി നമുക്ക് അറിവില്ലെങ്കിൽ പോലും നമ്മളെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും ആ ഒരു ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ അവിടെ പോയപ്പോൾ, അവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേര് തന്നെ ലൈഫ് ലോങ് ലേണിംഗ് ആണ്. ലൈഫ് ലോങ് ലേണിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലും അവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഇതേപോലെ നമ്മൾ മിക്കവാറും പലരും കോഴ്സുകളൊക്കെ എടുത്ത് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കുക. നമുക്കൊരു നിഷ് ഉണ്ടാവുക. നമ്മൾ ആരാകണം, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗോള് ഓരോരുത്തർക്കും ഉണ്ടാവണം. പലപ്പോഴും ഇങ്ങനെ പല ആളുകളോടും ചോദിക്കുന്ന സമയത്ത് ഒരു കോഴ്സ് എടുക്കും, പിന്നെ അതിനോട് യാതൊരു ബന്ധവും ഇല്ലാത്ത അടുത്തൊരു കോഴ്സ് എടുക്കും. ഇങ്ങനെ തുടങ്ങി നമ്മൾ പലപ്പോഴും നമ്മൾ എന്തിലാണോ പോകുന്നത്, ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അപ്പൊ അത് കണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവണം, കൃത്യമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ട്. ഞാൻ എവിടേക്ക് എത്തണം, ഞാനൊരു 3 വർഷം കഴിഞ്ഞ് അവിടെ എത്തും എന്നതിനെ കുറിച്ച് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാകണം. പലപ്പോഴും അതില്ലാത്തതാണ് പ്രശ്നം. നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോൾ, ഞാൻ ഇവിടെ നിന്ന് മൂന്നാറിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് ഗോൾ ഉണ്ട്, നാളെ പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് മൂന്നാറിൽ എത്തണം, ഞാൻ എവിടെ സ്റ്റേ ചെയ്യണം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ട്, ഞാൻ പോകുന്ന വഴിയിൽ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം, വീട്ടിൽ നിന്ന് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകണോ, വെള്ളം ഞാൻ കരുതണോ എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ എനിക്കുണ്ട്. ആ ഐഡിയക്ക് അനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അത് ഇനി ഇൻ കേസ് വർക്കായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു പ്ലാൻ B ഓപ്ഷൻ കാണും എന്നതാണ്. അപ്പൊ ഇതേപോലെ നമുക്ക് കൃത്യമായിട്ടുള്ള ഗോളുകൾ ഉണ്ടാവണം. അത് നിങ്ങൾ എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെച്ച് കൃത്യമായിട്ട് നമ്മൾ തന്നെ നമ്മളെ ഗൈഡ് ചെയ്യണം. പലപ്പോഴും നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മൾ അനുസരിക്കാറില്ല. നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ല. നാളെ നേരത്തെ എഴുന്നേൽക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ ആദ്യം അവോയ്ഡ് ചെയ്യുന്നത് നമ്മളെടുത്ത തീരുമാനമായിരിക്കും. ബാക്കി എല്ലാവരുടെയും തീരുമാനങ്ങൾക്ക് നമ്മൾ വില കൊടുക്കും, അല്ലെ? അപ്പോ ആ ഒരു സെൽഫ് റെസ്പെക്ട് തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അമീന മാം റെഡി ആയോ? ഓക്കെ ആണ് അല്ലെ? അപ്പോ തീർച്ചയായിട്ടും നമ്മളെ റെസ്പെക്ട് ചെയ്ത് നമുക്കൊരു സമയം കണ്ടെത്തി നമ്മൾ സെൽഫ് ലേണിംഗിലൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാമിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. അമീന മാം പ്ലസ്. ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സെഷൻ എടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞതിലും. ഞാനിത് ഇതിന് വേണ്ടിയിട്ട് വരുമ്പോൾ എൻ്റെ ഒപ്പം എന്നെ കേൾക്കാനും അതിൽ പങ്കെടുക്കാനും നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടിയിട്ടെന്ന് മാത്രമല്ല, എന്നാലും അത് ഇങ്ങനെ ഒരു സമയം ചെലവഴിക്കാൻ തയ്യാറായതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നെ മാഷ് പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ 12th ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. ഹരിപ്പാടാണ് എൻ്റെ സ്ഥലം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. ഫൈസൽ മാഷാണ് എന്നോട് ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞത്. അത് മാഷ് മനഃപൂർവ്വം പറഞ്ഞതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെന്താണെന്ന് വെച്ചാല്, ഞാൻ അത്ര പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളായിരുന്നു എന്നല്ല, അത്ര പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളായിരുന്നില്ല നേരത്തെ. അപ്പം മാഷിന് അത് വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഈ ബാച്ചില് നമ്മൾ വന്നപ്പോ ഒരു പതിയെയാണ് അത് മാറി വന്നത്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം.
അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ചുറ്റുവട്ടങ്ങളില്, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ ഒക്കെ ഇത് ഉണ്ടാക്കുന്ന ഒരു മാറ്റം. നമ്മള് ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പം 2-3 കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അതില് ഒന്നാമത്തെ കാര്യം പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടാണ്. രണ്ടാമത് അതിന്റെ സാധ്യതകളെ കുറിച്ചിട്ടാണ്. മൂന്നാമത് നമ്മൾ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിനെ കുറിച്ചിട്ടാണ്. പിന്നെ അതിന്റെ ഒരു ഔട്ട്പുട്ടിനെ കുറിച്ചിട്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചിട്ട് ആദ്യം സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്താണോ പ്രപഞ്ചത്തിന് കൊടുക്കുന്നത്, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, പക്ഷെ അത് അതേ അളവില് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മൾ ചുറ്റും തിരയുന്നതും നമ്മൾ ചുറ്റും കാണുന്നതും അതാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങളും ഓർത്തു വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഓർത്തു വെച്ചുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് തിങ്കിങ്ങിന്റെ സാധ്യതകളെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. അത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്, നമ്മുടെ ഉള്ളില് നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കേൾക്കണ 2 വേർഡ്സ് ആണ് പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി. മനുഷ്യര് വല്ലാതെ കൺഫ്യൂഷൻ ആക്കി കളയുന്ന ഒരു സംഭവമാണത്. അപ്പൊ നമ്മൾ അതിലോട്ടല്ല പോകുന്നത്, നമ്മുടെ ഉള്ളില് നമ്മുടെ തോട്ട്സിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിനു മുമ്പ് ഞാൻ 2 കഥകൾ പറയാം നിങ്ങളോട്. ഒരു കഥ എൻ്റെ നാട്ടിൽ തന്നെ ഉള്ള ഒരു കഥയാണ്. അത് അവിടെ ഒരു ടൈപ്പ് റൈറ്റിംഗ് പഠിപ്പിച്ചിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അവിടെ ഒരു സാറുണ്ടായിരുന്നു. ഈ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു കാലം അങ്ങോട്ട് കഴിഞ്ഞ് കമ്പ്യൂട്ടറിലേക്ക് ആളുകൾ മാറി തുടങ്ങിയപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഇട്ടിരുന്നവരുടെയൊക്കെ ജീവിതം വല്ലാതെ കഷ്ടപ്പാടിലായിപ്പോയി. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയ പാരമ്പര്യമായിട്ട് വരുന്ന മുന്നോട്ട് വന്നിരുന്ന ഒരു പലചരക്ക് കടയാണ്. തലമുറകളായിട്ട് അതിങ്ങനെ വലിയൊരു കടയാണ്. അപ്പൊ ഈ സാറ് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാറ് ഒരു പലചരക്ക് കട ചെറുതായിട്ട് തുടങ്ങാൻ തീരുമാനിച്ചപ്പം എല്ലാവരും നിരുത്സാഹപ്പെടുത്തി സാറിനെ. ഞങ്ങളൊക്കെ ഇപ്പോഴും സാറ് കടയിട്ടിരിക്കുകയാണെങ്കിലും സാറെന്നാണ് വിളിക്കുക. അപ്പൊ എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. എല്ലാവരും പറഞ്ഞു, ഇത്രയും വലിയൊരു കട, ഇത്രയോ വർഷങ്ങളായിട്ട് 60 വർഷങ്ങൾക്ക് മേൽ നിലനിൽക്കുന്ന ഒരു കട ഇവിടെ ഉള്ളപ്പോ, എല്ലാ മനുഷ്യരും അവിടെ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു കട അവിടെ ഉള്ളപ്പോ അതിന്റെ തൊട്ടടുത്ത് കൊണ്ടുതന്നെ ഇത്രയും ചെറിയൊരു കട തുടങ്ങുന്നത് ആത്മഹത്യാപരമാണെന്ന് പറഞ്ഞ് സൗഹൃദങ്ങൾ വരെയുണ്ട് സാറിന്. പക്ഷെ സാർ അതൊന്നും ചെവിക്കണ്ടില്ല എന്നുള്ളതാണ്. സാർ ഒരു റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ സാറിന് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിട്ടോ ഈ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻസ് ഒക്കെ ഒരു മൂലക്കേട്ട് മാറ്റിയിരുത്തി. അപ്പോഴും പഠിക്കാനായിട്ട് കുറച്ച് വേർഡ് പ്രോസസ്സിംഗ് ഒക്കെ പഠിക്കുന്നവർ കുറച്ച് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട്, ടൈപ്പിംഗ് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് 1-2 പേരൊക്കെ ഒരാഴ്ചയിൽ വന്നു പോകുന്നത്. അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അതിനായിട്ട് ഒരു പോർഷൻ മാറ്റി വെക്കുകയും ബാക്കിയുള്ള സ്ഥലത്ത് സാറ് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു കട തുടങ്ങുകയും ചെയ്തു. സാറ് ആദ്യം ചെയ്തത് ഓരോ വീടുകളിൽ, പരിചയമുള്ള വീടുകളിലൊക്കെ പോയിട്ട് സംസാരിച്ച് അങ്ങനെ കട തുടങ്ങി. പതിയെ സാറിന്റെ കട വളർന്നു വന്നു. അന്ന് നിരുത്സാഹപ്പെടുത്തിയ മനുഷ്യരെല്ലാവരും സാറിന്റെ ഈ കടയുടെ അഭൂതപൂർവമായ ഒരു വളർച്ച കണ്ടിട്ട് അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ്. സാറ് പിന്നെ ആ സ്ഥലം വാങ്ങി, അത് വാടകയ്ക്ക് ഇരുന്നതാണ്. അതിനോട് ചേർന്ന് ഉള്ള സ്ഥലം വാങ്ങി അവിടെ നല്ല ബിൽഡിംഗ് ഉണ്ടാക്കി കട വിപുലമാക്കി. ഈ 60-65 വർഷമുള്ള പലചരക്ക് കടയുടെ പൊടി പോലും ഇപ്പൊ അവിടെ ഇല്ല എന്നുള്ളത്. പക്ഷെ അന്ന് സാറ് ആളുകളുടെ ഈ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ കേട്ട് അത് അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് സാറിന് അത്രയും വലിയൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. സാറിപ്പോ ആ സ്ഥാപനം കൊണ്ട് തന്നെയാണ് സാറിന് സ്ഥലം വാങ്ങിച്ചത്, വീട് വെച്ചത്, മകനെ എഞ്ചിനീയറിങ്ങിന് പഠിപ്പിച്ചത്, മകളിപ്പം മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സാർ ആ കട കൊണ്ടാണ് ഉണ്ടാക്കിയത്. അന്ന് എല്ലാവരും പറഞ്ഞ പോലെ
സാറ് നെഗറ്റീവ് ആ ആളുകൾ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സാറ് മനസ്സിലെടുത്തിരുന്നെങ്കിൽ പിന്നെ സാറിന് ഇന്ന് അങ്ങനെ ഒരു അവസ്ഥ നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഈ കഥ ഞാൻ പറഞ്ഞതിന്റെ കാര്യം, നമ്മുടെ ചുറ്റുപാടുകളിൽ എത്ര ചുറ്റുപാടുകൾ എത്ര നെഗറ്റീവായാലും, നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ എത്ര നെഗറ്റീവായിട്ട് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞാലും, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ആ ചിന്ത എടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അത് ബാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് ബാധിക്കില്ല. അതിനോട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്ന് പറയാനാണ് ഈ കഥ ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മരത്തവളകളുടെ മരം കയറ്റത്തിന്റെ കഥയാണ്. അതറിയാലോ, തവളകളും മോളോട്ട് മരം കയറ്റ മത്സരം നടത്തി. കുറെ പേര് എല്ലാം കൂടെ മേളോട്ട് കയറി. അവസാനം ഒരു 4-5 പേരുണ്ടായിരുന്നു മോളോട്ട് കയറിപ്പോന്നെ. അവര് താഴോട്ട് നോക്കുമ്പോഴത്തേനും ഒരു കാല് മുടന്തുള്ള ഒരു തവള കേറി വരുന്നുണ്ട്. അപ്പൊ താഴെ നിന്നുകൊണ്ട് ആളുകൾ പറഞ്ഞു, പിന്നെ കൈ കൊട്ടി വിളിച്ചു പറഞ്ഞു, നീ ഇങ്ങനെ കേറലേ അളിയ, നീങ്ങ് മറ്റേ കാലും കൂടെ ഒടിയും, നിനക്ക് പറ്റിയ പണിയല്ലടാ, നീ ഇറങ്ങി പോരടാന്നും പറഞ്ഞിട്ടാണ് ഇവര് വിളിക്കുന്നത്. പക്ഷെ ഈ തവള ഇതൊന്നും ചെവിക്കൊള്ളാതെ മേളോട്ട് കേറിപ്പോയി. മറ്റേ തവളകളൊക്കെ അവരുടെ ഉള്ളില് ഒരു ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ കേട്ടോണ്ടിരിക്കുകയാണല്ലോ. ബാക്കിയുള്ള തവളകൾ അവരെന്ത് ചെയ്തു, പലപ്പോഴും പേടിച്ച് താഴെ വീണ് ആ 3 തവളകളും കൂടെ താഴെ പോയി. ഈ മുടന്തും തവള മാത്രം മുകളിൽ ചെന്ന് ജയിക്കുകയും ചെയ്തു. സത്യത്തില് ഈ തവളയുടെ പ്രശ്നം നമുക്കറിയാം, അതിന് ചെവി കേൾക്കുണ്ടായിരുന്നില്ല. അപ്പൊ താഴെ നിന്ന് കൈകൊട്ടുന്നതെല്ലാം പ്രോത്സാഹനമാണെന്നാണ് അത് വിചാരിച്ചത്. അപ്പൊ ഈ 2 കഥകളും ഒരേ ഔട്ട്പുട്ട് കൊണ്ടുവരുന്ന കഥകളാണെങ്കിൽ ഇതിന്റെ 2 സാഹചര്യങ്ങളും വ്യത്യാസമാണ്. ഒന്ന്, നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ ഒരു കാര്യത്തെ നേരിട്ടതും, 2 നമ്മൾ അത് കേൾക്കാതെ ഇരുന്നതും. ഈ 2 കഥകളാണ് ഞാൻ നിങ്ങളോട് പറയാൻ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ പ്രപഞ്ചത്തിലോട്ട് കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടുമെന്നും, നമ്മുടെ ഉള്ളിലുള്ളതാണ് നമ്മൾ ചുറ്റും തിരയുന്നതും നമ്മൾ കണ്ടെത്തുന്നതും എന്നും 2 കാര്യങ്ങളും. നമ്മൾ എപ്പോഴും ജീവിതത്തില് അപ്പൊ പോസിറ്റീവ് തിങ്കിങ്ങിന്റെ സാധ്യതകളെ കുറിച്ച് വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഒന്നും കൂടി പറയണമെന്നില്ല. ഈ 2 കഥകൾ തന്നെയാണ് അതിന്റെ ഉദാഹരണമായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതത്തില്, നമ്മുടെ റിലേഷൻഷിപ്പില് ഒക്കെ പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരുന്ന മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് എപ്പോഴൊക്കെയാണോ നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്, നമ്മളെപ്പോഴും ഒരു ചങ്ങല പോലെയാണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ നമ്മൾ അടുക്കി പിറക്കി വെക്കുന്നതിന് പകരം അതിങ്ങനെ കൊരുത്തിട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരിടത്ത് ഒരു വെള്ളയ്ക്ക വീണാൽ നമ്മൾ ആദ്യത്തെ കണ്ണീര് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് തിരക്കി പോകുന്ന ആൾക്കാരാണ്. എന്റെ ജീവിതം ഇങ്ങനെയാണ്, ഇത് മാത്രമാണ് എനിക്ക് സംഭവിക്കുന്നത്, ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഒരിക്കലും എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വേദനകളെ കുറിച്ച്, നമ്മുടെ അപമാനങ്ങളെ കുറിച്ച്, നമ്മുടെ തോൽവികളെ കുറിച്ച് ഒക്കെയാണ് ചിന്തിക്കുന്നത്. ഒരിക്കൽ പോലും നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെ കുറിച്ച് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. വല്ലപ്പോഴും ചിന്തിക്കുമായിരിക്കും, പക്ഷെ കൂടുതലും ചിന്തിക്കുന്നത് പിന്നെ നമ്മുടെ അനുഭവങ്ങളെ കുറിച്ച്, നമ്മുടെ കണ്ണുനീരുകളെ കുറിച്ച്. നമ്മളിപ്പോ ഒരു വിത്ത് കൊണ്ടുവന്നിട്ട് അത്ര ഒരു വളക്കൂറില്ലാത്തൊരു മണ്ണിൽ കൊണ്ടുവന്ന് നമ്മൾ കുഴിച്ചിടുകയാണ്. ആ വിത്ത് നമ്മൾ ചിലപ്പോൾ മുളച്ചു വന്നാലും അത് ഗ്രാജുവലി അത് പതിയെ അതങ്ങ് നശിച്ചു പോകും. അതേപോലെയാണ് നമ്മൾ, അതായത് നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ളൊരു സീഡ്, ആ സീഡിന്റെ കുഴപ്പമല്ല, നമ്മൾ ആ മണ്ണിൽ ഒഴിച്ചിട്ട മണ്ണിന്റെ കുഴപ്പം കൊണ്ടാണ് ആ സീഡ് നശിച്ചു പോകുന്നത്. പക്ഷേ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു സീഡിനെ കൊണ്ടുവന്നിട്ട് നമ്മളത് കുഴിച്ചിടുമ്പോ, നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച ദുരനുഭവങ്ങളും പാസ്റ്റിലെ കണ്ണീരും വിഷമങ്ങളും നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് അനുഭവങ്ങളുടെയൊക്കെ ചാക്ക് കെട്ടും, ഇങ്ങനെ ചാക്കി കെട്ടി തോളത്തിട്ട് വച്ചിട്ട് അതിനകത്തിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മളൊരു സീഡ് നട്ടിട്ട്, ഫ്യൂച്ചറിന്റെ സീഡ് നട്ടിട്ട് അത് വളരുന്നില്ല എന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് കാര്യമില്ല, അത് നശിച്ചു പോവുകയുള്ളൂ. പക്ഷെ നമ്മൾ അതിനെ വളമാക്കി മാറ്റുക എന്നുള്ളതാണ്. പാസ്റ്റില് നമുക്ക് നല്ല മെമ്മറീസ് ഉണ്ടാവും, പക്ഷെ
നല്ല മെമ്മറീസ് ഉള്ളതുപോലെ നമുക്ക് പാസ്റ്റിലെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നല്ല ലെസൺസ് ആണ് നമുക്ക് തരുന്നത്. നമ്മൾ അതിൽ നിന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആ പാസ്റ്റിലെ അനുഭവങ്ങളുടെ കണ്ണുനീര് ഫ്യൂച്ചറിലെ സീഡിന് വളരാനുള്ള വെള്ളമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നിടത്താണ് പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം മാറ്റിമറിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഒരിക്കൽ പോലും നമ്മുടെ സന്തോഷങ്ങളെ കുറിച്ചിട്ടൊന്നും ആലോചിക്കുക. ഇതിനകത്തൊരു കമ്പാരിസൺ വരുന്നുണ്ട്. നമ്മൾ അന്യന്റെ ജീവിതം നോക്കിയിട്ട് അതനുസരിച്ച് മറ്റുള്ളവരുടെ ജീവിതമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ പോരായ്മകളെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ താരതമ്യം ചെയ്യുന്നത് ഉള്ള ഒരാളെ കുറിച്ചിട്ടാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടേ, കണ്ണ് കാണാൻ പറ്റുന്നവര്, പാട്ട് കേൾക്കാൻ പറ്റുന്നത്, ഭൂമിയിലെ സുന്ദരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്നവര്, നടന്നൊരിടത്ത് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്നവര്, വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നവര്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ വേറൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ കുറിച്ച് ആലോചിച്ച് നോക്കി. നമ്മൾ ഭക്ഷണത്തിന് ടേസ്റ്റിനെ കുറിച്ച് വളരെ ബോധമുള്ളവരായിട്ടിരിക്കുമ്പോഴും പട്ടിണി കിടന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചും സ്ത്രീകളെ കുറിച്ചും കഴിഞ്ഞ ആഴ്ച കൂടി നമ്മളൊരു വാർത്ത കണ്ട ആൾക്കാരാണ്. അപ്പം ഈ ഭക്ഷണത്തിന്റെ രുചികളുടെ പേരിൽ നമ്മൾ ഭക്ഷണം മാറ്റിവെക്കുന്നവരാണ്. നമുക്ക് അത് അത്രയും കൂടെ കുറച്ചുകൂടെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ആളുകളായിട്ട് നമ്മൾ ഇങ്ങനെ താരതമ്യം ചെയ്യുക എന്നുള്ള പരിപാടിയാണ് നമ്മളെ പലപ്പോഴും ഒരു മോശമായിട്ട് ഒരു നെഗറ്റീവ് തോട്ട്സിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മൾ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് മാറ്റുക എന്നുള്ളത്. നമ്മുടെ ലൈഫ് വളരെ ഷോർട്ടാണ്, നമുക്ക് സമയം തീരെ കുറവാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും അവസാനിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജീവിതം എൻജോയ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കുകയേ ചെയ്യരുത്. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് സന്തോഷിക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നതേ തെറ്റാണ്. എന്ന് വെച്ചാൽ നമ്മുടെ യാത്ര നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവണമെന്നില്ല. നമ്മുടെ യാത്രയായിരിക്കാം ചിലപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. അപ്പൊ എല്ലാത്തിലും സന്തോഷം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ, ഇത് നമുക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ, ഈ 2 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മളിപ്പം ഒരു കാര്യം ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അല്ലെ ഒരു ചിത്രം വരച്ചിട്ട് നമ്മൾ അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുമ്പം പ്രിന്റ് ഔട്ട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് സങ്കടപ്പെടാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് പ്രിന്റ് ഔട്ട് ശരിയല്ല, ഇത് ശരിയല്ല, ഇത് ശരിയല്ല, ഇത് പ്രിന്റ് ചെയ്തു വന്നാൽ ശരിയല്ല എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ എന്താണോ കൊടുത്തത് അതല്ലേ നമുക്ക് തിരിച്ചു കിട്ടുക. നമ്മൾ അവിടെ കൊടുത്ത സാധനമാണ് ഈ പ്രിന്റിൽ വന്നത്. അതേപോലെയാണ് നമ്മളെപ്പോഴും കാര്യങ്ങളെ നെഗറ്റീവായിട്ട് കാണുമ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന തിരിച്ചു കിട്ടുന്ന കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. ഒരു കാര്യം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ വെളി വരാനും നമുക്ക് പ്രാക്ടീസിലൂടെ പറ്റും. അതിൽ 2-3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആൾക്കാരിൽ നിന്ന് കുറച്ചൊന്ന് വിട്ടു നിൽക്കുക. അപ്പൊ ചോദിക്കും, ആളുകളുടെ സങ്കടങ്ങൾ നമ്മൾ കേൾക്കേണ്ടിയെന്ന്. തീർച്ചയായിട്ടും നമ്മൾ ആളുകളുടെ സങ്കടങ്ങൾ കേൾക്കണം. തുടർച്ചയായിട്ട് നമ്മൾ ആളുകളുടെ സങ്കടങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സും അങ്ങനെ ആയിപ്പോ. നമ്മൾ അങ്ങനെ സങ്കടങ്ങൾ കേൾക്കുമ്പോഴും ഇപ്പുറത്ത് പോസിറ്റീവായിട്ട് സമയം ചെലവാക്കാനുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉണ്ടായിരിക്കണം, അങ്ങനത്തെ ആൾക്കാരും ഉണ്ടായിരിക്കണം എന്നത്. രണ്ടാമത്, അതിലുപരി നമ്മൾ ഈ ഗോസിപ്പ് പറയുന്ന ആൾക്കാര്, നെഗറ്റീവ് പറയുന്ന, എല്ലാത്തിലും നെഗറ്റീവ് പറയുന്ന, നമ്മള് നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരിൽ നിന്നൊന്ന് മാറി നിൽക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇമോഷണൽ ഹെൽത്തിനെ മോശമായിട്ട് ബാധിക്കുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളത് നമ്മുടെ വീക്ക്നെസ് അല്ല, അത് നമ്മുടെ മെച്യൂരിറ്റിയാണ്. അത് മാറി നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ വേർഡ്സിനെ ഒക്കെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മൾ ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ആൾക്കാർ പറയും നമ്മൾ നമ്മളെ തന്നെ അങ്ങനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് സെൽഫിഷ് ആണ് പറയും. സത്യത്തിൽ അത് സെൽഫിഷ്നെസ് അല്ല.
അത് സെൽഫ് ലവ് ആണ്. നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളത്. നമ്മളല്ലാതെ പിന്നെ ആരാണ് നമ്മളെ സ്നേഹിക്കുക? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മളെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങൾക്കോ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾക്കോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടേത് മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് നമ്മൾ കാര്യങ്ങളെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കും. മൂന്നാമത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് പിന്നെ നമ്മുടെ ജീവിതത്തില് അല്ലെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെയാണോ അതിനോട് റിയാക്ട് ചെയ്യുന്നതെന്നനുസരിച്ചാണ് നമ്മുടെ ജീവിതം നെഗറ്റീവോ പോസിറ്റീവോ ആകുന്നത്. അപ്പം നമ്മുടെ മുന്നിൽ നമുക്കൊരു നെഗറ്റീവായിട്ടൊരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ നമ്മളൊന്ന് പോസ് ചെയ്യുക, നമ്മളൊന്ന് സൈലന്റ് ആവുക, എന്നിട്ട് നമ്മൾ അതിന് ഒന്ന് പഠിക്കുക. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു, എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കാമെന്ന്. വളരെ ക്ഷമ വേണം. ക്ഷമയോടെ നമ്മളത് നോക്കിക്കണ്ട് പഠിച്ച് നമ്മളെ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായിട്ട് നടക്കണം എന്നുള്ളതല്ല. നമുക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഇൻസിഡന്റുകളെ, സാഹചര്യങ്ങളെ, അല്ലെങ്കിൽ വ്യക്തികളെ ഒക്കെ എങ്ങനെ പോസിറ്റീവായിട്ട് നേരിടാം എന്നുള്ളതാണ്. നമ്മളൊരു ഇൻസിഡന്റിൽ അങ്ങനെ നമ്മൾ വളരെ ക്ഷമയോടെ അങ്ങനെ നമ്മൾ അതിനെ നോക്കി കാണുമ്പോൾ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടും. അതാണ് നമ്മൾ ജീവിതത്തിലെ പോസിറ്റീവ് തിങ്കിങ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ജീവിതത്തിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആളുകളോട് നോ പറയാൻ പഠിക്കണം. ആളുകളോട് നോ പറയാൻ പഠിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ തലയിൽ കയറിയിരുന്നിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതിന് പകരം അവരുടെ ചിന്തകൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ആൾക്കാർ തുടങ്ങും. അപ്പൊ ഈ നോ പറയുമ്പോ പിണങ്ങി വഴക്കിട്ട് ബഹളം വെച്ച് ഒന്നുമല്ല, വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ നോ പറയുക തന്നെ വേണം. അത് അവർക്കൊന്നും അത്ര വിഷമം ഉണ്ടാക്കാതെ നമ്മൾ നോ പറയണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ പറയുന്ന നോ കൊണ്ട് നമ്മളും രക്ഷപ്പെടും, അവരും രക്ഷപ്പെടും. ഇല്ല വെച്ചാൽ ഏറ്റവും അവസാനം ഒരു പൊട്ടിത്തെറിയിലും ഒരു പ്രശ്നത്തിലും നമ്മുടെ വിഷാദത്തിലും ഡിപ്രഷനിലും ഒക്കെ തന്നെ ചെന്നത് അവസാനിക്കുന്നത്. അതേത് ബന്ധത്തിലായാലും. ഈവൻ നമ്മൾ പലപ്പോഴും പലരുടെയും ലൈഫ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഭയങ്കര നാർസിസ്റ്റ് ആയിട്ടുള്ള മനുഷ്യരുടെയൊക്കെ കൂടെ പെട്ടുപോകുന്ന മനുഷ്യരെ കുറിച്ച് സൗഹൃദങ്ങളിൽ പോലും അതുണ്ട്. ആളുകൾ തിരിച്ചറിയുകയില്ല. അപ്പൊ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ അഫർമേഷൻ, അത് വളരെ വലിയൊരു കാര്യമാണ്. പോസിറ്റീവ് അഫർമേഷൻ അത് നമ്മൾ ചുമ്മാ എഴുതി വെച്ചാൽ മാത്രം പോരാ. എഴുതി വെച്ചാൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എല്ലാവരും പറയും അത് എഴുതി വെക്കണം, എഴുതി വെച്ചിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. പക്ഷെ നമ്മൾ അത് എഴുതി വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു 4 കാര്യങ്ങളെങ്കിലും നമ്മൾ എല്ലാ ദിവസവും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. അതേപോലെ തന്നെ നമ്മളോട് തന്നെ പറയേണ്ട ഒരു കാര്യം, നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മുടെ മുന്നിൽ വരുന്ന നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് കേപ്പബിൾ ആണെന്നും നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണെന്നും നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എഴുതി വെക്കുക, നമ്മൾ മനസ്സിൽ തന്നെ പറയുക. അങ്ങനെ എന്താ പറഞ്ഞ വീണ്ടും 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 ആവർത്തിച്ച് പറയുക. അതിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുക എന്നൊരു സംഭവം. അതിന് ശരിക്കും നമ്മള് അതൊരു വലിയ ചേഞ്ച് ഉണ്ടാകും. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് വെറുതെയാണെന്നാണ്. പക്ഷെ സംഭവം സത്യമാണ് കേട്ടോ. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് വളരെ മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും എൻ്റെ പോരായ്മകളെ കുറിച്ച് ചിന്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഇപ്പോ കുറച്ച് നാളായിട്ട് എനിക്ക് പ്രപഞ്ചം തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് വളരെയധികം ബോധമുള്ള ഒരാളും, ഞാൻ പ്രപഞ്ചത്തോടും എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരോടും വളരെ നന്ദിയുള്ള ഒരാളുമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതെനിക്ക് വളരെ സന്തോഷം തരുന്നതാണ്. പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും, നമ്മുടെ പെരുമാറ്റ രീതികളെ മാറ്റിമറിക്കും. നമ്മൾ ആളുകളോട് പെരുമാറുന്ന ഒരു രീതി, ആളുകളോട് നമ്മൾ സ്നേഹമുള്ളവരായിട്ട് മാറും എന്നുള്ളതാണ്. നമ്മൾ അറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാവില്ല, പക്ഷെ സ്നേഹം ഉണ്ടാവും. സ്നേഹവും അറ്റാച്ച്മെന്റും രണ്ടാണ്, നമുക്കറിയാം.
അപ്പൊ അങ്ങനെ അത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോലും നമുക്ക് നമ്മുടെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ വരെയും തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കാര്യങ്ങള് നമ്മളെ ഒരു പോസിറ്റീവ് തിങ്കിങ്, ഈ അഫർമേഷൻ നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. നമുക്ക് ചുറ്റും ഭൂമി മുഴുവൻ വസന്തമാണെന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും നമ്മൾ അത് കുറെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് തോന്നും. നമ്മള് വ്യക്തികൾ ഇപ്പം പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിയും തെറ്റും ഒരുപാട് നോക്കിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ആളുകളെ കൊണ്ട് ബുദ്ധിമുട്ടും. നമ്മൾ ആളുകളിലെല്ലാം ശരിയും തെറ്റും കണ്ടെത്താൻ ശ്രമിക്കും. അത് ഒരു പോസിറ്റിവിറ്റി അല്ല. ഇപ്പൊ നല്ല മനുഷ്യരോട് നമ്മൾ ഇടപെടണം, ചീത്ത മനുഷ്യരെ മാറ്റി നിർത്തണമെന്ന് പറയുമ്പോഴും എല്ലാ മനുഷ്യരിലും ഉള്ള നല്ലതും ചീത്തയുമുണ്ട്. അപ്പൊ നമുക്ക് എന്താണോ എടുക്കാൻ പറ്റുന്നത്, അങ്ങനെ എടുക്കാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണോ കിട്ടുന്നത് അങ്ങനെയാണ് നമ്മൾ നോക്കട്ടെ. അല്ലാതെ ഒരു മനുഷ്യരെ, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ട് വിശകലനം ചെയ്ത് അവരുടെ ശരിയും തെറ്റുകളും കണ്ടുപിടിക്കാനൊക്കെ നിന്ന് നമ്മൾ പെട്ടുപോകത്തേ ഉള്ളു. അപ്പം നമ്മൾ നല്ല മനുഷ്യരെയും പോസിറ്റീവ് മനുഷ്യരെയും നെഗറ്റീവ് മനുഷ്യരെയും കണ്ടെത്തുമ്പം ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ പോകാതെ നമ്മൾ ഈ ഒരു കാര്യമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം പറയണം, അഫർമേഷൻ, അതേപോലെ തന്നെ നെഗറ്റീവ് പീപ്പിൾസിനെ നമ്മൾ മാറ്റി നിർത്തണം. അതേപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിർത്തണം. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം, നിർത്തണം എന്ന് പറയുമ്പോൾ അത് ഇട്ടിട്ട് പോകണമെന്നല്ല, നമ്മൾ അത് ഇഷ്ടത്തോടെ ചെയ്യാൻ ശീലിക്കണം. നമുക്കത് ചെയ്യാൻ പറ്റും. അതാർക്കും ചെയ്യാൻ പറ്റാത്ത ഈ ഭൂമിയിൽ മനുഷ്യന് അവന്റെ ഒരു പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് ചുറ്റുമുള്ള നെഗറ്റീവ് സാഹചര്യങ്ങളെ തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ നമ്മൾ പ്രകൃതിയായിട്ട് കുറച്ചുകൂടെ ഇണങ്ങി ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് തീരുമാനിക്കുമ്പോഴും നമ്മൾ ഒന്ന് സ്ലോ ആയിട്ട് നിന്നിട്ട് നമ്മളൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കാണെന്നും അതുകൊണ്ടുണ്ടാകുന്ന ഗുണമായാലും ദോഷമായാലും നമ്മൾ അനുഭവിക്കുക തന്നെ വേണം എന്നും ഉള്ളിടത്ത് നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോഴോ തിരഞ്ഞെടുക്കുമ്പോഴോ നമ്മൾ വളരെയധികം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ വളരെ ശാന്തമായിട്ടിരുന്നിട്ട് ആലോചിക്കുക. നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നിന്നുകൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കുക, അത് പ്രാവർത്തികമാക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനാണ്. അത് വളരെ വലിയൊരു കാര്യമാണ്. രാവിലെ നമുക്കത് ചെയ്യാൻ പറ്റും. രാവിലെ നമ്മൾ ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മുടെ മെഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പം ശരിക്കും നമ്മൾ കുറച്ച് കാമായിട്ട് ഇരിക്കാൻ പറ്റുന്നു. നമുക്ക് കുറച്ചും കൂടി ഒരു ദിവസത്തെ മുഴുവൻ പോസിറ്റീവായിട്ട് നമുക്ക് സമീപിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇതിലെല്ലാം ഉപരി നമ്മുടെ ചുറ്റുമുള്ളവരോട് നന്ദി പറയുന്ന മനുഷ്യരായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന നന്ദി, മനസ്സിൽ ഏതോ വെച്ചിട്ട് പുറമെ നമ്മളൊരു ആളുകളോട് സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ ആളുകളോട് നന്ദി പറയാൻ ശീലിക്കുകയാണ്. നന്ദി പറയാൻ ശീലിക്കുമ്പോഴുള്ള ഒരു കാര്യം എന്താണെന്ന് പറയാ, ആളുകളെ നമ്മൾ അഭിനന്ദിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു അസൂയ വരില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളൊക്കെ ആളുകളെ അഭിനന്ദിക്കാൻ കഴിയുക, നമുക്ക് ചെയ്തു തരുന്ന ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾക്ക് ആളുകളോട് താങ്ക്സ് പറയാൻ പറ്റുക. ഈ 2 കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ കുറച്ചേറെ വ്യത്യാസങ്ങൾ വരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മള് എല്ലാ ദിവസവും രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ അന്നുണ്ടായ സന്തോഷകരമായ അനുഭവങ്ങളെ കുറിച്ച് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വീണ്ടും അതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് സമാധാനത്തെ നമ്മൾ ഉറങ്ങാൻ പോവുക എന്നുള്ളതാണ്. അപ്പം പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളത് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആളുകളോട് ചിരിക്കാൻ പറ്റുന്നുണ്ട്, ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ആളുകളോട് ദേഷ്യം ഇല്ലാണ്ട് പെരുമാറാൻ പറ്റുന്നുണ്ട്. നമുക്ക് ദേഷ്യമൊക്കെ വരത്തില്ല എന്നൊന്നുമല്ല, ദേഷ്യം വന്നാൽ നമ്മൾ പ്രകടിപ്പിക്കുക തന്നെ വേണം. പക്ഷെ ഞാൻ ആളുകളുടെ കുറ്റം കണ്ടുപിടിക്കുന്നത് അവസാനിച്ചു എന്നുള്ളതാണ്. ഞാൻ ആളുകളെ കുറ്റം പറയാതായി എന്നുള്ളതാണ്.
അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊണ്ട് എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അത് എനിക്ക് എല്ലാവരുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു. ഒന്നത്. രണ്ടാമത്, ശരിക്കും ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ആദ്യം വരുമ്പോ അത്ര പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ആളൊന്നും ആയിരുന്നില്ല. ഞാൻ അത്ര എന്താ പറയേണ്ടത്, എന്തോന്ന് ട്രെയിനിങ് അങ്ങനെ വിചാരിച്ചിട്ടാണ്. പക്ഷെ അതെന്റെ ജീവിതത്തെ, ഒരു ട്രെയിനർ ആകുക എന്നുള്ളതല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തെ അത് വല്ലാതെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഞാൻ എന്റെ ജീവിതത്തെ തന്നെ നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാടിനെ അത് മാറ്റി എന്നുള്ളതാണ്. പക്ഷെ അന്നൊരു ടീം വർക്കായിരുന്നു. ടീം വർക്ക് എന്നല്ല, ഒരു ടീമായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ അത്രയും പേരും, മധുസാറൊക്കെ ആദ്യം മധുസാറിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി. പക്ഷെ പിന്നെ മധുസാറിലുണ്ടായ മാറ്റങ്ങൾ ഞാൻ നോക്കി. അങ്ങനെ ഓരോ മനുഷ്യരിലുണ്ടായ മാറ്റങ്ങൾ നോക്കി, ഞാൻ എന്നിലുണ്ടായ മാറ്റങ്ങൾ നോക്കി. അപ്പൊ ഞാൻ എന്നിൽ മാത്രമാണ് ഞാൻ ആ മാറ്റം കാണുന്നതെങ്കിൽ അതൊരു പക്ഷേ എന്റെ ഒരു ചിന്തയുടെ കുഴപ്പമായിരിക്കാം. പക്ഷെ ഈ ഒരു ക്ലാസ് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്ന അതൊരു നല്ല മെമ്മറി ആയിരുന്നു, നല്ല ലെസണും ആയിരുന്നു എന്നുള്ളതാണ്. അതിലെനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ഫൈസൽ മാഷിനോടാണ്. ഞാൻ ആദ്യം മാഷിനെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുകയും മാഷിനോട് വിളിച്ചിട്ട് ആദ്യം ഇതിനെക്കുറിച്ച് തർക്കിക്കുകയാണ് ചെയ്തത്. ആ ആളിൽ നിന്ന് മാഷി ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ മാഷ് എന്നെ ആ കോഴ്സിന് പിന്നെ എന്താ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചത് കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ഞാനിപ്പോ കഴിഞ്ഞു പോയ കുറെ ദിവസങ്ങളായിട്ട് കുറെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ പോയത്. ആ പ്രശ്നങ്ങളെയൊക്കെ വളരെ ഈസി ആയിട്ട് എനിക്ക് കാണാനും വളരെ പോസിറ്റീവായിട്ട് കാണാനും, എൻ്റെ നഷ്ടങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ എൻ്റെ എന്താ പറയാ എനിക്കുള്ള സൗഭാഗ്യങ്ങളെ കുറിച്ച് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്താനും ഒക്കെ ഈ ഒരു എന്താ പറയേണ്ടത്, എന്നെ മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് ഈ ഒരു കോഴ്സ് സഹായിച്ചു എന്നുള്ളതാണ്. ഓരോ കോഴ്സ് ചെയ്യുമ്പോഴും ഓരോ മനുഷ്യരും അതിനെ എങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കാം അതിന്റെ ഔട്ട്പുട്ട് വരിക. അപ്പൊ അങ്ങനെ ഒരു ഇൻസ്റ്റാന്റ് വളരെ ഇതായിട്ട് നിന്നൊരിടത്തുനിന്ന് ഞാനിപ്പം ഇത് ഇല്ലെങ്കിലും ഞാനിതൊക്കെ അതിജീവിച്ച് വന്നതിനും എനിക്കറിയാം. പക്ഷെ കുറച്ചുകൂടി ഈസി ആയിട്ട്, കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാൻ എന്നെ ഇത് സഹായിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫൈസൽ മാഷിന് ഞാൻ വളരെ വലിയൊരു നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ വലിയൊരു നന്ദി പറയുകയാണ്. എന്നെ വന്നിരുന്ന് കേട്ടതിന്. ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു അവസരം തരാതെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു എന്നുള്ള ഒരു പോരായ്മയുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാല് എനിക്കിപ്പോ തൊട്ടു മുമ്പേ വന്നൊരു ഫോൺ കോൾ എന്ന് പറഞ്ഞാല് എനിക്ക് എമർജൻസി ആയിട്ട് തിരിച്ചു വിളിക്കേണ്ട ഒരു കോളായിരുന്നു. അവരോട് ഞാൻ 8 മണി പറഞ്ഞു. 8 മണി പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ വന്നത്. ഒരു എന്താ പറയണ്ടേ, അപ്പം അത് തന്നെയല്ല, ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളിലും ഫൈസൽ മാഷ് സംസാരിക്കുകയും ചെയ്തു. അതുമായിട്ട് ചേർത്ത് വെച്ച് ഞാനൊന്ന് സംസാരിക്കണമെന്നും വിചാരിച്ചതാണ്. പക്ഷെ കുറച്ചധികം ഒന്ന് മാറിപ്പോയി. അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാല് എന്റെ ഇടത്ത് കൈ എനിക്കങ്ങോട്ട് അനക്കാൻ പറ്റണില്ല. നല്ല പെയിൻ ഉണ്ട്. ആ പെയിൻ സഹിച്ചിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാം. അതിപ്പോ വന്നതാണ്. ഇപ്പൊ എന്ന് വെച്ചാല് നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പെയാണ് പെയിൻ ഇങ്ങനെ ഉണ്ടായത്. അപ്പൊ എനിക്ക് ക്ലാസ് എനിക്കിതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ശരിക്കും ആ ഒരു ഇതിൽ ഫ്ലോയിൽ പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു ആമിന മാം. വളരെ സന്തോഷം. ആമിന മാം കുറച്ച് ദിവസം തീരെ വയ്യാതൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ നമുക്കൊരു സെഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു നമുക്ക് എടുക്കാലോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ മാം അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് ആ വേദനകൾക്കിടയിലും വന്ന് അതൊരു പ്രിപ്പയർ ചെയ്ത് അതൊരു ആഗ്രഹമായിരുന്നു. മനസ്സിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വലിയ ആഗ്രഹമാണ് നമുക്ക് ക്ലാസ് എടുക്കണം എന്നുള്ളത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മാം, വായോ നമുക്ക് എടുക്കാം, അത് ആരും ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാകും എന്നുള്ള രൂപത്തിൽ പറഞ്ഞ് മാം വന്നു ഇവിടെ അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും എൻ്റെ ഓരോ ട്രെയിനർമാരും ഇവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് അവര് ചിലപ്പോ പിന്നെ അത്ര ഭയങ്കര എന്താ പറയാ വലിയ ട്രെയിനർമാരൊന്നും ആയിക്കൊള്ളണമെന്നില്ല. ബട്ട്
അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അവർക്ക് അവസരങ്ങൾ കൊടുക്കുക, നന്നായിട്ട് സംസാരിക്കുക, കോൺഫിഡന്റ് ആക്കുക എന്നുള്ള രൂപത്തിലാണ് നമ്മളുടെ ഈ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ ഓരോ ബാച്ചുകളെയും ഓരോരുത്തരെയും നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. വിനയമ വളരെ മനോഹരമായിട്ട് തന്നെ സംസാരിച്ചു. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് സംസാരിച്ചത്. ജീവിതത്തിൽ നിന്നുണ്ടായ ചില മാറ്റങ്ങൾ, നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് തോട്ടിൽ നിന്ന് പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് വന്നപ്പോഴുണ്ടായിട്ടുള്ള ജീവിതത്തിലെ മനോഹരമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും ഒരു വഴി, ഇങ്ങനെ മാറാലൊക്കെ പിടിച്ച് കിടന്നിരുന്ന ഒരു വഴിയെ നമ്മളതൊക്കെ തൂത്തുമാറ്റി, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റൂമിനെ നമ്മളതൊക്കെ തൂത്തുമാറ്റി നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നത് എന്നതുപോലെ തന്നെ വളരെ സ്വസ്ഥതയോടെ, വളരെ സമാധാനത്തോടെ, വളരെ കുളിർമയോടെ, വളരെ നനവോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം. അത് വളരെ നന്നായിട്ട് തന്നെ ഇവിടെ മാം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള എല്ലാവിധ സന്തോഷങ്ങൾ അറിയിക്കുന്നു. ഇനി ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഫീഡ്ബാക്ക് ആയിട്ടോ അതല്ലെങ്കിൽ ഇനി ചോദ്യമായിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ചാറ്റ് ബോക്സിൽ കുറച്ച് നല്ല കമന്റ്സുകൾ വന്നിട്ടുണ്ട്. ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നല്ല സെഷൻ ആണെന്നാണ് ചാറ്റ് ബോക്സിൽ പറയുന്നത്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ? ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അമീന മാം, മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ മാഷേ, എനിക്കിപ്പോ ആ കോളൊന്ന് തിരിച്ചു വിളിക്കണം, ഒന്ന് ഹോസ്പിറ്റലിൽ പോണം. നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇനി ഒരു ദിവസം ക്ലാസ് എടുക്കാം കേട്ടോ. ഓക്കെ 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 ഇപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പൊ ഇതിനേക്കാൾ നന്നായിട്ട് ഇനിയും നമുക്ക് എടുക്കണം. അപ്പോ എന്തായാലും വളരെയധികം സന്തോഷം. ഇന്നത്തെ ഈ ഒരു പോസിറ്റീവ് തിങ്കിങ് എന്നുള്ള ഒരു ടോപ്പിക് കണ്ടപ്പോൾ അതിനു വേണ്ടിയിട്ട്, അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സന്നദ്ധരായിട്ട് എത്തിയ, നിങ്ങൾ അതുവരെ പൂർണ്ണമായിട്ടും കേട്ട നിങ്ങൾ ഓരോരുത്തർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ സെഷൻ ലീഡ് ചെയ്ത ആമിന മാം ആ ഒരു പോസിറ്റീവ് തിങ്കിങ് മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അത് ഉൾക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ എല്ലാവർക്കും സ്നേഹവും സന്തോഷവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. മാമിന് പ്രത്യേകം സ്നേഹം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.